നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത കോൺഗ്രസിലെ തരൂരിൻ്റെ നീക്കങ്ങളാണ്. തരൂരുമായി ബന്ധപ്പെട്ട് ഇന്നലെയും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളുണ്ടായിരുന്നു. തരൂരിനെതിരെ കോൺഗ്രസ് മുഖപത്രം ലേഖനമുണ്ടായിരുന്നു. ഇത് ഇന്ന് എങ്ങനെ ഈ വിഷയം ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് രാവിലെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കാനഡയിലുണ്ടായ വിമാന അപകടമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ രാവിലെ ഉണ്ടാകും. അതിനു മുൻപ് നമുക്ക് നാട്ടിൽ എന്തുണ്ട് പ്രാദേശികമായ വാർത്തകളിലേക്ക് പോകാം. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ചിന്നക്കനാലും സൂര്യനെല്ലിയും. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ ഒരു റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. ചിന്നക്കനാൽ പവർ ഹൗസ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 2.5 വർഷം പിന്നിട്ടു. പക്ഷേ റോഡ് ഇപ്പോഴും പഴയപടിയിൽ തന്നെ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന 3 കിലോമീറ്ററോളം വരുന്ന പൊതുമരാമത്ത് റോഡാണ് തകർന്നു കിടക്കുന്നത്. കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. 4 കോടി രൂപയാണ് റോഡിന് അനുവദിച്ചത്. എന്നാൽ 2.5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആദ്യം എടുത്ത് ഈ കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു ഇത് എടുത്തത്. അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി ഇതായിരുന്നു എടുത്തത്. അവരത് റോഡ് പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് അവരെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ പണി ഇപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിലൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. സ്കൂൾ പിള്ളേർക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റോഡാണ് ചിന്നക്കനാലിന്. ആ റോഡിൻ്റെ അവസ്ഥയാണ്, ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. മഴക്കാലത്ത് റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ചിന്നക്കനാൽ റേഷൻകടയ്ക്ക് സമീപത്തെ കലുങ്കിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതും ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അതിനാൽ കരാർ റദ്ദാക്കി റീടെൻഡർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ചു കടത്തിയതായും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്. ഈ പകൽ സമയത്തൊക്കെ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നമുക്കറിയാം, ഒരു 11 മണി കഴിഞ്ഞാൽ വലിയ ശക്തമായ വെയിലാണ്, നല്ല ചൂടും. സ്വാഭാവികമായും കുടിവെള്ളക്ഷാമം പല സ്ഥലങ്ങളിലും രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. എല്ലാ വേനലിലും നമ്മൾ നൽകുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ടാണ്. കുടിവെള്ളക്ഷാമം പലയിടത്തും രൂക്ഷമാണ്. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വെറുതെ പാഴായി പോകുന്ന ഒരു സ്ഥലമുണ്ട്. അത് കൊല്ലം കുളത്തൂപ്പുഴയിലാണ്. കേരളമെമ്പാടും കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടം തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് കുളത്തൂപ്പുഴയിൽ നിന്നുള്ള ഈ കാഴ്ച. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പുനലൂർ. വേനൽ തുടക്കത്തിൽ തന്നെ ജലസ്രോതസ്സുകൾ വരണ്ടു. വേനൽക്കാലത്ത് കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളമാണ് ഏക ആശ്രയം. ഇതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിലെ ചോർച്ച വലിയ പ്രതിസന്ധിയാകുന്നത്. ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പാഴാകുന്നത്. മടത്തറ സെക്ഷനിൽ നിന്നുമുള്ള പൈപ്പിലാണ് ചോർച്ച. ഇതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാനേയില്ല. കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നിട്ടും ഓരോ ദിവസവും പൈപ്പ് തുറന്നു വിടുമ്പോൾ, അതല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം പൈപ്പ് തുറന്നു വിട്ടാൽ ഇങ്ങനെ ആയിരക്കണക്കിന് ശുദ്ധജലം ഈ റോഡിൽ ഈ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടി താപ്പോട്ട് ഒഴുകുന്നുണ്ട്, ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ഇത് സ്ഥിരം കാഴ്ചയാണ്. യാതൊരു നടപടികളുമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് മടത്തറ വരെ പോയി സമരം ചെയ്യാനൊന്നും ആവില്ല. വെള്ളം കിട്ടുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കും. അല്പം ഉയർന്ന പ്രദേശമാണെങ്കിൽ സമയത്തിന് വെള്ളം കിട്ടാറുമില്ല. ആഴ്ചകളായി ഇതാണ് സ്ഥിതി. പലവട്ടം നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. 2 വർഷമായി ഈ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഇങ്ങനെ പോകുന്നത്. ഈ വെള്ളം ഇവിടെ ഈ മലയരുവി റോഡ് സൈഡിൽ കെട്ടിക്കിടക്കുന്നു. ഇത് കാരണം കൊച്ചുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നതുകൊണ്ട് കാട്ടിൽ നിന്ന് വന്യജീവികൾ വന്ന് ഈ വെള്ളം കുടിക്കാൻ ഇറങ്ങി കിടക്കുന്നത് കാരണം രാത്രിയും പകലും ഒക്കെ റോഡിൽ പാമ്പിൻ്റെയും പന്നിയുടെയും മറ്റ് ജീവികളുടെയൊക്കെ ശല്യമാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതായതോടെ ബദൽ സംവിധാനം ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തും നടപടി ആരംഭിച്ചിട്ടില്ല. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് കുടിവെള്ള വിതരണം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. കുളത്തൂപ്പുഴയിൽ വെള്ളം വലിയ തോതിൽ പാഴായി പോകുന്നുവെങ്കിൽ പുനലൂരിലെ കാഴ്ച
അവിടെ ജലക്ഷാമത്തിന് വേണ്ടി, അതായത് ജലക്ഷാമത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടി സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളുണ്ട്. ഈ വാട്ടർ കിയോസ്കുകളെല്ലാം നോക്കുകുത്തികളായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പുനലൂരിലും നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് പുനലൂർ. അവിടെ പല സ്ഥലങ്ങളും ഇപ്പോഴും ജലക്ഷാമത്തിൻ്റെ പിടിയിലാണ്, പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ. കിണറുകളിലൊക്കെ വെള്ളം കുറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമാകേണ്ട ഈ വാട്ടർ കിയോസ്കുകളാണ് നോക്കുകുത്തികളാകുന്നത്. പുനലൂർ താലൂക്കിന്റെ നേതൃത്വത്തിൽ 6 വർഷം മുൻപ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളാണിവ. കുടിവെള്ളം ഉറപ്പാക്കാൻ സ്ഥാപിച്ച പദ്ധതി പക്ഷേ ഇന്ന് വരെ ലക്ഷ്യം കണ്ടില്ല. കാലങ്ങളായി ഇവ നശിക്കുകയാണ്. ഓരോ വില്ലേജുകളിലെയും ഉയർന്ന പ്രദേശം കേന്ദ്രീകരിച്ച 5000 ലിറ്ററിന്റെ ടാങ്കും സ്റ്റാൻഡ് ടാപ്പ് ഉൾപ്പെടെ അനുബന്ധ സംവിധാനങ്ങളുമാണ് സ്ഥാപിച്ചത്. സ്റ്റാൻഡ് സ്ഥാപിച്ചതല്ലാതെ ഇതുവരെ ഒരു തുള്ളി വെള്ളം ടാങ്കിൽ ശേഖരിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ സാധിച്ചിട്ടില്ല. മിക്ക പ്രദേശങ്ങളിലും ടാങ്കിന്റെ മൂടി തകർന്ന് വെള്ളം കെട്ടിക്കിടന്ന് കീടാണുക്കൾ പെരുകി രോഗാവസ്ഥ പരത്തുന്ന അവസ്ഥയാണ്. സ്റ്റാൻഡുകൾ തകർന്ന് ടാപ്പുകൾ ഉപയോഗശൂന്യമായി. വാട്ടർ കിയോസ്കുകൾ, അതായത് വലിയ വാട്ടർ ടാങ്കുകൾ നമ്മുടെ ഓരോ മേഖലയിലും സ്ഥാപിച്ച് അതിൽ വെള്ളം എത്തിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ പിന്നിൽ ചെലവായിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെയായിട്ടും ആ വാട്ടർ ടാങ്കുകളിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പല വാട്ടർ ടാങ്കുകൾ പൊട്ടിപ്പൊളിഞ്ഞു. ഇതിനകത്ത് വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിനെ സംബന്ധിച്ചുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിന് ഒരെണ്ണത്തിന് ഏകദേശം 75,000-ഓളം രൂപയോ ചിലവായിട്ടുണ്ട്. 100-ൽ പുറത്ത് കിയോസ്കുകളാണ് മണ്ഡലത്തിലുടനീളം സ്ഥാപിച്ചത്. കുടിവെള്ള വിതരണത്തിന്റെ മറവിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് 18 പുനലൂർ. വനിതകൾക്കായി ഹോസ്റ്റൽ സംവിധാനമൊരുക്കി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. 6 മുറികളിലായി എല്ലാവിധ സൗകര്യങ്ങളോടെയും സജ്ജമാക്കിയ വനിതാ ഹോസ്റ്റൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വനിതകൾക്കായി ഹോസ്റ്റൽ സൗകര്യം സജ്ജമാക്കിയത്. പഞ്ചായത്തിന്റെ കീഴിലുള്ള വനിതാ കോംപ്ലക്സിലാണ് ഹോസ്റ്റൽ ഒരുക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഹോസ്റ്റൽ സൗകര്യം ഒരുക്കുന്ന ആദ്യ പഞ്ചായത്താകാം ഓങ്ങല്ലൂരെന്ന് മന്ത്രി. നല്ല സുരക്ഷിതമായ വൃത്തിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ ആളെ കിട്ടാൻ പ്രയാസം വരില്ല. അപ്പൊ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം എത്ര ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇന്ത്യയിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ടട്ടോ, കേരളത്തിലല്ലാതെ ഒരു ഗ്രാമപഞ്ചായത്തും വനിതാ ഹോസ്റ്റലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല. 6 മുറികളാണ് ഹോസ്റ്റലിൽ സജ്ജമാക്കിയത്. 17 കട്ടിലുകൾ, അലമാരകൾ, കിച്ചൺ, ശുചിമുറികൾ, ഡൈനിങ് ഏരിയ എന്നിവയും ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും തനത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുമാണ് ഫണ്ട് വകയിരുത്തിയത്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. ഒരു ഗ്രാമത്തിൻ്റെ സൗഹൃദ കൂട്ടായ്മകൾ ഒന്നിച്ചതോടെ അമ്മയും 2 പെൺമക്കളും അടങ്ങിയ നിർധന കുടുംബത്തിൻ്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. തിരുവനന്തപുരം ചിറയൻകീഴ് മുട്ടപുരം ഗ്രാമത്തിൻ്റെ സൗഹൃദ കൂട്ടായ്മകളാണ് നിർധന കുടുംബത്തിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. പുഴുവിലം ഗ്രാമപഞ്ചായത്തിലെ മുടപുരത്താണ് ഈ മാതൃകാ പ്രവർത്തനം. ഒരമ്മയും വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളും താമസിച്ചു വന്ന വീടിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഇവർക്ക് സുരക്ഷിതമായ ജീവിതമൊരുക്കാൻ വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു നാട്ടുകാർ. സ്നേഹവീടിന്റെ ഉദ്ഘാടനവും താക്കോൽദാനവും വി ജോയ് MLA നിർവഹിച്ചു. 599 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീട് 9.75 ലക്ഷം രൂപ മുടക്കി 10 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. മുടപുരം പ്രദേശത്തെ ഒരു കൂട്ടം പുരോഗമന പ്രസ്ഥാന പ്രവർത്തകരാണ് വീടൊരുക്കാൻ മുന്നിട്ടിറങ്ങിയത്. മുടപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിറയൻകീഴ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് വീട് നിർമ്മിച്ചത്. സ്നേഹവീടിനായി നാടൊന്നാകെ ചെറുതും വലുതുമായ തുകകൾ സംഭാവന ചെയ്തു. ശിവകൃഷ്ണപുരം ഒരേ മനസ്സ് കൂട്ടായ്മ, മുടപുരം പ്രവാസി വെൽഫെയർ അസോസിയേഷൻ, ഈച്ചരൻപിള്ള ബ്രദേഴ്സ്,
വിവിധ സ്ഥാപനങ്ങൾ, സർക്കാർ ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് സാമ്പത്തിക സഹായം വീട് നിർമ്മാണത്തിനായി ലഭിച്ചിരുന്നു. ന്യൂസ് 18 ചിറയൻകീഴ്. നമുക്കറിയാം, ഈ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിംനേഷ്യം. ജിംനേഷ്യങ്ങൾ പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകൾ നേതൃത്വം നൽകി ഒരുക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ ഒരു വനിതാ ജിംനേഷ്യം ഒരുക്കിയിരിക്കുകയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടെയാണ് ഒരു പിങ്ക് ജിംനേഷ്യം പദ്ധതി ഓങ്ങല്ലൂർ പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പിങ്ക് ജിംനേഷ്യം ഒരുക്കിയത്. ഓങ്ങല്ലൂർ മരുതൂർ റോഡിലെ വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ജിംനേഷ്യം. ഇവിടെ 21ഓളം ആധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷവും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. വരുന്ന മാസം മുതൽ ഏകദേശം 21ഓളം ഐറ്റംസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ബട്ടർഫ്ലൈ മെഷീൻ അടക്കമുള്ള ട്രെഡ്മിൽ, മറ്റ് കാർഡിയോ ഉപകരണങ്ങളടക്കമുള്ള 21ഓളം ഉപകരണങ്ങൾ അടങ്ങിയ പിങ്ക് ജിംനേഷ്യം പ്രവർത്തനം ആരംഭിക്കും. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, കൂടുതൽ ഉന്മേഷഭരിതരായിരിക്കുന്നതിന് വേണ്ടി ഈ സംവിധാനം വരുന്ന ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്താം. രാവിലെയും വൈകുന്നേരത്തുമായി ഈ സംവിധാനം നമ്മൾ ഒരുക്കും. അതിന് പ്രത്യേക ട്രെയിനർ ഉണ്ടായിരിക്കും. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിലാണ് ജിംനേഷ്യത്തിന്റെ പ്രവർത്തനം. ആദ്യമായാണ് സ്ത്രീകൾക്ക് മാത്രമായി ഓങ്ങല്ലൂരിൽ ജിംനേഷ്യം തുടങ്ങുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാകും നടത്തിപ്പും പരിപാലനവും. ന്യൂസ് 18 ഓങ്ങല്ലൂർ. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. പ്രിയാമണിയും ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ ചിത്രത്തിലെ ഒരു ഗാനം വിജയ് യേശുദാസ് ആലപിച്ചു. കുഞ്ചാക്കോ ബോബനും താരങ്ങളും ഒരു ഗാനത്തിന് നൃത്തച്ചുവടും വെച്ചു. ഇമോഷണൽ ക്രൈം ഡ്രാമ ഗണത്തിൽ ഒരുങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരി 20 തിയേറ്ററുകളിലെത്തും. നടൻ ജിത്തു അഷ്റഫാണ് സംവിധായകൻ. മാർട്ടിൻ പ്രക്കാട്ട്, സിബി ചാവറ, രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചത്. വന്യമൃഗശല്യത്തിൻ്റെ വാർത്തകളാണല്ലോ നാടെങ്ങും. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആനകളുടെയും പുലികളുടെയും ഒക്കെ വാർത്തകൾ നൽകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ മലയോര മേഖലയിൽ, ഒപ്പം വനത്തിനോട് ചേർന്നുള്ള മേഖലയിലൊക്കെ ആളുകൾ വലിയ ഭീതിയിലാണ്. ഇതിനിടെ നമുക്ക് ആര്യനാട് ചേരപ്പള്ളിയിലേക്ക് ഒന്ന് പോകണം. അവിടെ അജ്ഞാത മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു എന്നുള്ള പരാതിയിലാണ് നാട്ടുകാർ. തുടർന്ന് ആര്യനാട് ചേരപ്പള്ളിയിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇവിടെ പുലി ഇറങ്ങിയതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. വനം വകുപ്പിൻ്റെ പരിശോധനയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. പക്ഷേ അത് പുലിയാണോ എന്ന കാര്യം ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കുറേ നാളുകളായി ചേരപ്പള്ളി ഭീതിയിലാണ്. പലതവണയായി ചേരപ്പള്ളി വലിയ കളത്തിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ പുലി എന്ന് പറഞ്ഞാൽ ചേരപ്പള്ളി പ്രദേശത്തുള്ളവർ ഭയങ്കര ആശങ്കയിലാണ്. ഇപ്പം നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചു. അവർ ക്യാമറ വയ്ക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് ആശങ്ക ആൾക്കാരെ ഒന്നും മാറി ഏറ്റവും ക്യാമറ വയ്ക്കുന്നതിൽ ഇത് കണക്കാക്കി ലേശം ധൈര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങളിപ്പോൾ. നേരത്തെ ഈ ഭാഗത്ത് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. പുലിയെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും കാട്ടുപൂച്ച ആകാമെന്നും വനം വകുപ്പ്. എന്നാൽ കഴിഞ്ഞ ദിവസം നായയെ കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. കാട്ടുപൂച്ച നായയെ ആക്രമിക്കാറില്ല. അതുകൊണ്ടാണ് അജ്ഞാത ജീവി ഏതെന്ന് കണ്ടെത്താൻ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. ചേരപ്പള്ളി പ്രദേശത്ത് പുലിയെ കണ്ടു എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരുത്തിപ്പള്ളി ആറാട്ടി ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറയിലുള്ള ചിത്രങ്ങൾ വ്യക്തമാകുന്നതോടുകൂടി ജനങ്ങളുടെ ആശങ്ക നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇന്നാണ് നമ്മൾ ക്യാമറ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ചേരപ്പള്ളിയെ ഭീതിയിലാക്കിയ ജീവി ഏതെന്ന് കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ.
പുലി എന്ന് ഉറപ്പിക്കുന്നില്ലെങ്കിലും ജാഗ്രത പാലിക്കാൻ നാട്ടുകാർക്ക് വനം വകുപ്പ് നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊണ്ടോട്ടിയിലെ കർഷകരുടെ കാട്ടുപന്നി ആശങ്കയ്ക്ക് പരിഹാരം നൽകി റൈഫിൾ ഷൂട്ടർമാരുടെ സംഘം. കഴിഞ്ഞ ദിവസം മേഖലയിൽ നിരവധി പന്നികളെയാണ് സംഘം വെടിവെച്ച് വീഴ്ത്തിയത്. കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞിരിക്കുകയാണ് കൊണ്ടോട്ടി നഗരസഭയിലെ കർഷകരും പൊതുജനങ്ങളും. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ആളുകളെയും ആക്രമിക്കുന്നു എന്നതാണ് മറ്റൊരു ഭീഷണി. ഈ പ്രശ്നത്തിന് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നതായിരുന്നു റൈഫിൾ ക്ലബ് അംഗങ്ങളുടെ സേവനം. മലപ്പുറത്തെ റൈഫിൾ ക്ലബ്ബിലെ 14 അംഗങ്ങളാണ് കാട്ടുപന്നികളെ തേടി കൊണ്ടോട്ടി നഗരസഭയിലെ 4 വാർഡുകളിൽ എത്തിയത്. കോട്ടാശ്ശേരി ഭാഗത്തെ 25, 26, 27, 28 വാർഡുകളിൽ കാടുപിടിച്ച പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പന്നികളെ വെടിവെച്ച് വീഴ്ത്തി. ഷൂട്ടർമാർക്കൊപ്പം വേട്ടനായ്ക്കളും പ്രദേശത്തെ അറിയുന്ന ആളുകളും ചേർന്നതോടെ കർഷകരെ വലയ്ക്കുന്ന ഒട്ടേറെ കാട്ടുപന്നികളെ നശിപ്പിക്കാനായി. ഈ പന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. ഒരാൾക്കും ഒരു കൃഷി നടത്താൻ പറ്റുന്നില്ല. ഈ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് നിരവധി തവണ നഗരസഭയിൽ ഈ കർഷകർ പരാതിപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ ഓപ്പറേഷൻ നടന്നത്. ഈ ഓപ്പറേഷൻ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു. ധാരാളം പന്നികൾ ഈ സ്ഥലങ്ങളിൽ അധിവസിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്ഥലത്തേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. സൗജന്യമായാണ് സേവനത്തിന് ഇറങ്ങിയതെന്നും എവിടെ വേണമെങ്കിലും വിളിച്ചാൽ ഇതേ സേവനം നൽകാൻ തയ്യാറാണെന്നും റൈഫിൾ ക്ലബ് അംഗങ്ങൾ പറഞ്ഞു. ഒപ്പം സർക്കാരിന് മുന്നിൽ ഇവർക്ക് വയ്ക്കാൻ ഒരു അഭ്യർത്ഥനയും ഉണ്ട്. നഗരസഭയുടെ അധികാരികൾ നിരന്തരം നമ്മോട് ആവശ്യപ്പെടുക. ഞങ്ങൾ മലപ്പുറം റൈഫിൾ ക്ലബ്ബ് ആംസ് ലൈസൻസ് ഓണേഴ്സിനോട് നിരന്തരം ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ഒരു 10-14 ലൈസൻസുകൾ ഷൂട്ടർമാർ വരികയും നമ്മൾ ഈ പ്രദേശം ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുകയും ഒരു വിധം നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രദേശങ്ങൾ ഇവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഇനിയും ഇതിന് തയ്യാറാകുന്നതാണ്. കൊണ്ടോട്ടി നഗരസഭയിൽ വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിലും പന്നിവേട്ട തുടരുമെന്നത് കർഷകർക്ക് ഒരു പരിധിവരെ ആശ്വാസമാവുകയാണ്. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് തച്ചമ്പാറ മുതുകുൾശ്ശേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 6 വയസ്സുകാരിക്ക് പരിക്ക്. മുതുകുറിശ്ശി സ്വദേശികളായ സന്തോഷിൻ്റെയും ബിൻസിയുടെയും മകൾ പ്രാർത്ഥനയ്ക്കാണ് പരിക്കേറ്റത്. സഹോദരിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടുപന്നികളുടെയും മറ്റും ശല്യം വ്യാപകമാണ് എന്ന പരാതി നിരന്തരമായി നാട്ടുകാർ ഉന്നയിക്കാറുണ്ടായിരുന്നു. മറ്റു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാന തദ്ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂരിൽ വിവിധ കലാപരിപാടികൾ നടന്നു. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ജീവനക്കാരും പരിപാടികളുടെ ഭാഗമായി. ഗ്രൂപ്പ് ഡാൻസ്, കവിതാ പാരായണം, നാടൻ പാട്ട്, അങ്ങനെ വേദിയിൽ ജീവനക്കാരും ജനപ്രതിനിധികളും നിറഞ്ഞാടി. ഇന്നും നാളെയുമായി നടക്കുന്ന സംസ്ഥാന തദ്ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കലാപരിപാടികൾ നടന്നത്. തിരക്ക് പിടിച്ച ഓഫീസ് ജീവിതത്തിനിടെ ജീവനക്കാർക്ക് വലിയ ആശ്വാസം കൂടിയായി മാറി കലാവിരുന്ന്. സംസ്ഥാന തദ്ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ അവലോകനവും പുതിയ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകും. ന്യൂസ് 18 ഗുരുവായൂർ. ആഘോഷമായി പാലക്കാട് ഓങ്ങല്ലൂർ ഭിന്നശേഷി കലാമേള. ഫീനിക്സ് എന്ന പേരിൽ വാടാനം കുറിശ്ശിയിൽ നടന്ന കലാമേള മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ശ്രദ്ധേയമായി.
പട്ടാമ്പി കൊപ്പം ദേശോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെയും 23 ഉപാഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു ആഘോഷം. വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും സാന്നിധ്യത്തിൽ മുഹമ്മദ് മുഹസീൻ MLA ദേശോത്സവത്തിന്റെ കൊടിയേറ്റം നടത്തി. ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് അറിയിക്കുന്നു. ഇന്ന് ഇതുപോലെയുള്ള അവസരം കിട്ടിയത് സൗഹൃദ പ്രഭാകരം. ഇലക്ട്രിക്കൽ കേബിളുകൾ ശ്രദ്ധിക്കുക. സൗഹൃദ പ്രഭാകരം ഇലക്ട്രിക്കൽ കേബിൾ ശ്രദ്ധിക്കുക. ഭൂമിക്കടിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്ന് വിലയിരുത്തുന്ന ഒരു പള്ളിയുണ്ട് കോതമംഗലത്ത്. മസ്ജിദ് അൽ മുബഷീരിൻ എന്ന ഈ പള്ളി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. തലക്കോട് അള്ളുങ്കൽ പാറ്റേച്ചി എന്ന പ്രദേശത്താണ് ഭൂമിക്കടിയിൽ നിർമ്മിച്ച 80 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സൂഫി സെന്ററിൽ പ്രവർത്തിക്കുന്ന MAGS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദിരി ചിഷ്തിയുടെ നേതൃത്വത്തിൽ 14ഓളം വരുന്ന അനുയായികൾ 60 ദിവസം കൊണ്ടാണ് പള്ളി നിർമ്മിച്ചത്. ഭൂമിയിൽ നിന്നും 22 അടി ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധിക്കുവാനുള്ള 9ഓളം ധ്യാനപീഠങ്ങളും 2 മുറികളുമുണ്ട്. മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത്. പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം. ഇവിടെയാണ് ധ്യാനപീഠങ്ങളും മുറികളുമുള്ളത്. ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുരന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇരുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എത്തി നിൽക്കുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ്. പള്ളിയും അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ പള്ളി കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്നു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇതുപോലൊരു മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമായതെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റും സൂഫി ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദിരി പറഞ്ഞു. എല്ലാ മതങ്ങളും മനുഷ്യരായി ചിന്തിച്ചുകൊണ്ടിട്ട് സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അള്ളാഹു കേൾക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ന്യൂസ് 18 കോതമംഗലം. പുലിപ്പേടിയിൽ പാലക്കാട് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ മനക്കൽ പീടിക പ്രദേശത്ത് പുലിയെ കണ്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ചില കാൽപ്പാടുകൾ അത് പുലിയുടേതാണ് എന്ന് സംശയിക്കുന്നുണ്ട്. ഇവിടെ ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനംവകുപ്പ്. M. വിഷ്ണു വിവരങ്ങൾ പങ്കുവെക്കും. വിഷ്ണു, ഏതാണ്ട് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അവിടെ? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് തിരുവേഗപ്പുറം മനക്കൽ പീടിക ഭാഗത്ത് പ്രദേശവാസി പ്രായമായ ഒരാൾ പുലിയെന്ന് തോന്നുന്ന ഒരു ജീവിയെ കണ്ടു എന്ന് പറയുന്ന പുലിയെന്നാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് റോഡിനോട് ചേർന്ന് ഒരു നായയും അതിനടുത്ത് പുലി നിൽക്കുന്നത് കണ്ടുവെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പും സമാനമായ സംഭവം ഒരു ബൈക്ക് യാത്രക്കാരൻ പുലിയെ കണ്ടുവെന്ന് പറഞ്ഞിരുന്നെങ്കിലും വനംവകുപ്പ് അധികൃതർ വന്ന് പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ തിരിച്ചു പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും ജനങ്ങൾ പുലിയെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി വ്യാപകമായി പരിശോധന നടത്തുകയും പുലിയുടെ സംശയഗോചര കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ തുടർ നടപടികൾ ആരംഭിക്കുകയാണ്. പ്രദേശത്ത് വിവിധ മേഖലകളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വനംവകുപ്പ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാൽപ്പാടുകൾ പുലിയുടേതാണ് എന്നാണ് ഏതാണ്ട് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികളുമായി വനംവകുപ്പും നാട്ടുകാരും മുന്നോട്ട് പോകുന്നു. വിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആർപ്പുവിളികളുടെയും താനവട്ടത്തിന്റെയും ആരവങ്ങളിൽ ഓണാട്ടുകര ദേശം. ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ കരകളിൽ ആരംഭിച്ചു. നാടിന്റെ മൊത്തം ഉത്സവമായ കുംഭഭരണി ഒത്തുചേരലിന്റെ കൂടെ മഹോത്സവമാണ്. ഒത്തൊരുമയുടെയും കെട്ടുറപ്പിന്റെയും കരുത്തുകാട്ടി ഒരു ദേശം ഉണരുകയാണ്. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കുംഭഭരണി കാഴ്ചകൾക്കായി ആകാശചുംബികളായ കരുത്തന്മാരെ തയ്യാറാക്കാനുള്ള തിരക്കുകൾ കുതിരച്ചുവടുകളിൽ ആരംഭിച്ചു. മര ഉരുപ്പടികൾ പുറത്തെടുത്ത് പരുവപ്പെടുത്തി തുടങ്ങി. ഇനി അധ്വാനത്തിന് നാളുകളാണ്. പതിമൂന്ന് കരകളിലും ഇനി ആർപ്പുവിളികളുടെയും താനവട്ടത്തിന്റെയും ആരവങ്ങൾ. ഭഗവതിയുടെ പറയെഴുന്നള്ളിപ്പും പുരോഗമിക്കുന്നു.
കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്ന 13 ലോകാത്ഭുതങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇനി ഓരോ ഓണാട്ടുകരക്കാരനും. രഞ്ജിത് രാമേന്ദ്രൻ, ന്യൂസ് 18, ചെട്ടിക്കുളങ്ങര. ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വിശദമായ വാർത്തകൾ, ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ചാലക്കുടി